വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിച്ചൺ ടിപ്സാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാത്രങ്ങൾ കഴുകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ കഴുകി ഞാൻ കാണിച്ചു തരാം. വളരെ ചിലവ് കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ സോപ്പ് സാബുനൊന്നും ഉപയോഗിക്കുന്നില്ല. അഥവാ സോപ്പൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ നമ്മൾ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്ന് തരാൻ ആളില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ കണ്ടില്ലേ, നല്ല പാത്രങ്ങളൊക്കെ നല്ല കളർ വെച്ചിങ്ങനെ. അലൂമിനിയം പാത്രം ഇതിട്ട് കഴുകിയാൽ നല്ല നിറം ഉണ്ടാകും. ഇത് സ്റ്റീൽ പാത്രങ്ങൾ കഴുകുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം. സ്റ്റീൽ പാത്രം ഇതിട്ട് കഴുകിയാൽ നല്ല നിറം ഉണ്ടാകും. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല നിറം വെക്കും എൻ്റെ ഈ പ്രൊഡക്റ്റ് ഇട്ട് കഴുകിയാൽ. തിളങ്ങണ കണ്ടില്ല. നല്ല നിറമുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കിച്ചണിലെ സിങ്കാണ്. കിച്ചണിലെ സിങ്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ടൊന്ന് കഴുകി നോക്കാം. സിങ്ക് നല്ല നിറം വെക്കുമോ ഇല്ലേ എന്നിപ്പോൾ കാണാം. ഞാൻ നന്നായിട്ട് വരുതി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് വരുതി കൊടുത്താൽ മതി. എല്ലാ ഭാഗവും നന്നായിട്ട് വരുതിയെടുക്കാം. എല്ലാ ഭാഗവും നന്നായി വരുതി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഞാൻ സോപ്പ സാബൂന ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഈ പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. സിങ്ക് നല്ല നിറം കിട്ടിയില്ല. സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം ഒക്കെ മോറാൻ നല്ല ഉപകാരപ്രദമാവും. ഇത് നല്ല നിറം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഇതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചകിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചകിരി നല്ല കത്തിയതിന് ശേഷം ഈ പാകം ആവണം, വെണ്ണീറായി പോവരുത്. ഈ പാകത്തിനെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു ഇഷ്ടികയാണ്. ഇഷ്ടികേൻ്റെ പൊടിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇഷ്ടിക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ തരിയാക്കി പൊടിക്കണം കേട്ടോ. അത് കുറച്ച് കല്ലൊക്കെ ഉണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചകിരി ഇട്ട് കൊടുക്കാം. ഇത് ചകിരി നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു ക്ലീനിങ് സാധനങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് പാത്രം കഴുകാൻ പറ്റും. അപ്പം ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടികൻ്റെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഇഷ്ടിക പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, അല്ലാതെ ക്ലീനിങ് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇന്നത്തെ നല്ല വൃത്തിയായിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതാരും തമാശയായിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം.